കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് കെ.എം. ഷാജിയെ തള്ളിയിരിക്കുകയാണ് കുഞ്ഞനന്ദന്റെ മകൾ. കുഞ്ഞനന്ദനെ കൊന്നത് UDF സർക്കാരെന്ന് മകൾ ഷബ്ന റിപ്പോർട്ടറിനോട് പറഞ്ഞു. കുഞ്ഞനന്ദന് ചികിത്സ വൈകിപ്പിച്ചത് UDF സർക്കാരാണ്. അൾസർ മൂർച്ഛിച്ചാണ് കുഞ്ഞനന്ദൻ മരിച്ചതെന്നും മരണത്തിൽ ദുരൂഹതയില്ലെന്നും ഷബ്ന റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദുരൂഹതയില്ല. കാരണം എന്താ, ഞങ്ങൾക്കുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ കൃത്യമായി UDFന്റെ സമയത്ത് ചികിത്സ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. അതുകൊണ്ടാണ് അച്ഛന് വയറ്റിലെ അൾസർ സിവിയർ ആയതും അച്ഛന്റെ മരണകാരണമായതും. UDFന്റെ സമയത്ത് ഞങ്ങൾക്ക് ചികിത്സ കിട്ടിയിരുന്നില്ല. പറയുന്ന ഓരോ സമയത്തും ഇതൊക്കെ വ്യാജാണെന്ന് മാധ്യമങ്ങളും അതേപോലെ തന്നെ UDFന്റെ ഭരണാധികാരികളും ഒരേ രൂപത്തിൽ പറഞ്ഞ് പിന്നെ ചികിത്സ കിട്ടുന്നത് LDF വന്ന സമയത്താണ്. അപ്പോഴത്തേക്കും അച്ഛന്റെ രോഗം അതിന്റെ പാരമ്യത്തിൽ എത്തിയിരുന്നു. അത് കോടിയേരി പറഞ്ഞിട്ടുണ്ടല്ലോ, UDFന്റെ ഭരണകൂടം കൊന്നതാണെന്ന് പറഞ്ഞ ആ വാക്ക് തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിന് പറയാനുള്ളത്. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദുരൂഹതയില്ല. കാരണം എന്താ, ഞങ്ങൾക്കുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ കൃത്യമായി UDFന്റെ സമയത്ത് ചികിത്സ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. അതുകൊണ്ടാണ് അച്ഛന് വയറ്റിലെ അൾസർ സിവിയർ ആയതും അച്ഛന്റെ മരണകാരണമായതും. UDFന്റെ സമയത്ത് ഞങ്ങൾക്ക് ചികിത്സ കിട്ടിയിരുന്നില്ല. പറയുന്ന ഓരോ സമയത്തും ഇതൊക്കെ വ്യാജാണെന്ന് മാധ്യമങ്ങളും അതേപോലെ തന്നെ UDFന്റെ ഭരണാധികാരികളും ഒരേ രൂപത്തിൽ പറഞ്ഞ് പിന്നെ ചികിത്സ കിട്ടുന്നത് LDF വന്ന സമയത്താണ്. അപ്പോഴത്തേക്കും അച്ഛന്റെ രോഗം അതിന്റെ. ഇനി കെ.എം. ഷാജി ഇന്നലെ പറഞ്ഞത് നമുക്ക് ഒന്നുകൂടി ഒന്ന് കേൾക്കാം. കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ്. എന്നാൽ കുഞ്ഞനന്ദനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഫസലിനെ കൊന്ന 3 പേർ മൃഗീയമായി. കുഞ്ഞനന്ദന്റെ മരണം UDF സർക്കാരിന്റെ കാലത്താണ്. UDF സർക്കാർ ചികിത്സ വൈകിപ്പിച്ചതാണ് ഈ അൾസർ മൂർച്ഛിച്ച മരണത്തിന്റെ കാരണമായതെന്ന് മകൾ പറയുന്നു. ചുരുക്കത്തിൽ ഷാജി വടികൊടുത്തടി വാങ്ങിച്ചോ എന്നതാണ് ചോദ്യം. VS രഞ്ജിത്ത് നമുക്കൊപ്പം ഉണ്ട്. VS രഞ്ജിത്ത്, ഇപ്പോൾ കെ.എം. ഷാജി പറഞ്ഞതിന് മറുപടിയുമായിട്ട് മകൾ വരുന്നു. കെ.എം. ഷാജി വടികൊടുത്തടി വാങ്ങുകയായിരുന്നു. അനാവശ്യമായിട്ടൊരു വിവാദത്തിലേക്ക് വീണ്ടും സാഹചര്യത്തെ കൊണ്ട് ഞാൻ എത്തിക്കുകയാണോ? അരുൺകുമാർ, ഈ PK കുഞ്ഞനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട് കെ.എം. ഷാജി പറഞ്ഞതിൽ ഫാക്ച്വർ ആയിട്ടുള്ള എറർ ഉണ്ടെന്നാണ് മകൾ പറയുന്നത്. ഒന്ന്, ഭക്ഷ്യവിഷബാധയല്ല, വയറ്റിൽ അൾസർ മൂർച്ഛിച്ചാണ് PK കുഞ്ഞനന്ദൻ മരിക്കുന്നത്. ആ സമയത്ത് മകൾ അടുത്തുണ്ടായിരുന്നു. UDF സർക്കാരിന്റെ കാലത്ത് തന്നെ മൗത്ത് അൾസറും വയറ്റിൽ അൾസറും ഒക്കെ ബാധിച്ചിരുന്നു. ആ സമയത്ത് ചികിത്സ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത് വ്യാജ അസുഖമാണ്, ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള അസുഖമാണെന്നൊക്കെ പറഞ്ഞ് ചികിത്സ നിഷേധിച്ച UDF സർക്കാരാണ്. പിന്നീട് LDF സർക്കാർ വന്നപ്പോഴാണ് ചികിത്സ നൽകാൻ തയ്യാറായത്. അപ്പോഴേക്കും രോഗം മൂർച്ഛിച്ചിരുന്നു. അങ്ങനെ രോഗം മൂർച്ഛിച്ചാണ് മരിച്ചത്. അപ്പോൾ അച്ഛന്റെ മരണത്തിന്, അതായത് PK കുഞ്ഞനന്ദന്റെ മരണത്തിന് ആരെങ്കിലും ഉത്തരവാദിയാണെങ്കിൽ അത് UDF സർക്കാർ മാത്രമാണ്. അല്ലാതെ പാർട്ടി കൊന്നു എന്നോ അതിൽ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെന്നോ കരുതുന്നില്ല എന്നാണ് ഇപ്പോൾ മകളുടെ മറുപടി. എന്തായാലും കെ.എം. ഷാജിയുടെ പ്രസ്താവന മകളുടെ പ്രസ്താവനയോടുകൂടി കൗണ്ടർ ചെക്കിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ആ വാർത്ത എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് നോക്കാം.